ഹായ് നമസ്കാരം. ഞാനിപ്പം പോകുന്നത് ഒരു അടിപൊളി സ്പോട്ടിലേക്കാട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു സ്പോട്ട് എങ്ങനെയുള്ളതാണ്. ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ എല്ലപ്പെട്ടി എന്ന് പറയുന്നൊരു സ്ഥലമാണ്. നമ്മുടെ ഈ കുമളിയിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ട് നമ്മുടെ കമ്പം പാളയത്തിന് സമീപത്തായിട്ടാണ് ഈ ഒരു ടൂറിസ്റ്റ് സ്പേസ് ഉള്ളത് കേട്ടോ. ഇതൊരു എന്താ പറയുക, മറ്റേ സുരുളിയാറിൻ്റെ തീരത്തെ ഒരു കൊച്ചു കാർഷിക ഗ്രാമമാണ്. ഇവിടെ കുറേ ഐതിഹ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിലെ പല സ്ഥലങ്ങളിലെയും പോലെ ഇവിടെയും ബുദ്ധമതം വേരൂന്നിയിരുന്നു. ഇത്തരത്തിലെ കുറേയേറെ ചരിത്രം അവശേഷിക്കുന്നൊരു സ്ഥലമാണ് ഈ എല്ലപ്പെട്ടി എന്ന് പറയുന്നത്. പക്ഷേ കൂടുതൽ ആളുകളും ഇപ്പം ഇവിടേക്ക് എത്തുന്നത്, ഇപ്പോൾ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൂടുതൽ ആളുകളും ഇവിടേക്ക് എത്തുന്നത് ഇവിടുത്തെ വെള്ളച്ചാട്ടം ആസ്വദിക്കുവാനാണ്. ഇവിടെ ഇപ്പോഴത്തെ ഒരു ടൂറിസ്റ്റ്, ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഈ ഒരു എല്ലപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നിരവധി തമിഴ്നാട്ടിൽ നിന്ന് പോലുമല്ല, കേരളത്തിൽ നടക്കുന്ന നിരവധി കുടുംബത്തോടെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഈ ഒരു വെള്ളച്ചാട്ടത്തിലെത്തുന്നുണ്ട്. ഒരു എന്താ പറയുന്നത്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരധികം ഒരു അടിപൊളി സ്പോട്ടായിട്ട് തന്നെ ഇത് മാറുന്നുണ്ട്. എന്തായാലും മറ്റേ കല്ലണയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തണുത്ത വെള്ളച്ചാട്ടം എന്തായാലും ഭയങ്കര ഒരു പ്രശസ്തമായ, ഒത്തിരി അങ്ങനെ അറിയപ്പെടുന്നൊരു സ്ഥലമല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഇപ്പം ഈ ഒരു എത്തുന്നുണ്ട്. കാരണം ഈ ദൃശ്യങ്ങൾ കാണാം നമുക്ക്. കാരണം അതുപോലെ ആളുകൾ ഇവിടെ ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും കുറേ പേർക്ക് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് നടത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ കുമളിയിൽ നിന്നൊരു 35 കിലോമീറ്ററേ ഉള്ളൂ. ഒരു ചെറിയ അത്രയും ദൂരവും സഞ്ചരിച്ചാൽ നമുക്ക് ഈ ഒരു സ്പോട്ടിലെത്താൻ പറ്റും. തമിഴ്നാടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് കേരളത്തിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സ്പോട്ടുകൾ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിന് വലിയ അപകട സാധ്യതകളോ അങ്ങനെയുള്ളൊന്നും ഇല്ലാത്തൊരു, നമ്മുടെ ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ചിലപ്പോൾ പല മേഖലകളിൽ അപകട സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെയുള്ള അപകട സാധ്യതകളോ ഒന്നും ഇല്ലാത്തൊരു അടിപൊളി സ്പോട്ടാണ്. തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ കയറി കണ്ടിട്ടേ പോകാവുള്ളൂ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്.